ഇന്ന് രാവിലെ ചാനലുകളിലെ ഒരു വാർത്ത കേട്ട് അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം കൊണ്ടുപോയി. അതായത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 5 നഗരങ്ങളിൽ അവിടുത്തെ പ്രസ് ക്ലബ്ബുകളിൽ മാധ്യമപ്രവർത്തകരുമായി സംവാദം നടത്തുന്നു. മാപ്രകൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയും. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാല് രോമാഞ്ചം കൊള്ളാതിരിക്കുമോ? നമ്മുടെ മുഖ്യമന്ത്രി നമ്മളിലേക്ക് ഇറങ്ങി വരിക, പ്രസ് ക്ലബ്ബുകളിലേക്ക് കടന്നു വരിക, ഇതാ കടന്നു വരുന്നു എന്ന മട്ടില്. എന്നിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മീറ്റ് ദ പ്രസ്, അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പക്ഷെ അതുപോലും ഇപ്പോൾ വാർത്തയാകുന്ന ഒരു കാലമാണ്. ചില ചാനലുകളൊക്കെ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുകയാണ്. ദാ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു, മാധ്യമപ്രവർത്തകരെ കാണുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത്. കേരളത്തിലെ മാപ്രകൾക്ക് ഇതിൽ പരം ഒരു പരമാനന്ദം എന്താണ് ഉണ്ടാകാനുള്ളത്? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ എന്നൊരവസ്ഥയിലാണ് ഈ 5 ജില്ലകളിലെങ്കിലും മാധ്യമപ്രവർത്തകര്, ചാനലിന്റെയും പത്രങ്ങളുടെയും ഒക്കെ ലേഖകന്മാര്. കടക്കൂപുറത്തുനിന്ന് പണ്ട് പറഞ്ഞ മുഖ്യമന്ത്രിയാ, അടുപ്പിക്കാത്ത മുഖ്യമന്ത്രിയാ. പത്രസമ്മേളനം പോലും സാധാരണഗതിയിൽ നടത്താറില്ല. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ബ്രീഫിങ് അത് നടത്താത്ത മുഖ്യമന്ത്രിയാണ്. സാധാരണഗതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും, ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാര്, UDF-ന്റെയും LDF-ന്റെയും മുഖ്യമന്ത്രിമാര്, ഉമ്മൻചാണ്ടിയും AK ആന്റണിയും നായനാരും VS അച്യുതാനന്ദനും, ഇവരെല്ലാവരും ഒരു ചുമതല പോലെ നടത്തിയിരുന്നതാ. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാല് പത്രക്കാരുമായിട്ട് സംസാരിക്കുക. അതിൽ പ്രധാനമായിട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളാ. ഒപ്പം രാഷ്ട്രീയം വരും, മറ്റു കാര്യങ്ങൾ വരും, സ്റ്റേറ്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വരും, അതിലെന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരും. ഇതൊരു നല്ല അവസരമായിരുന്നു. അതായത് കേരളത്തിലെ ജനങ്ങളോട് തിരുവനന്തപുരത്തെ പത്രലേഖകരിലൂടെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതുപോലും പ്രയോജനപ്പെടുത്താത്ത ഒരു മുഖ്യമന്ത്രി ഇപ്പോതാ കടക്കൂ പുറത്ത് എന്നുള്ളതൊക്കെ അട്ടത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വരൂ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാനതിന് മറുപടി പറയാം, നിങ്ങൾ അകന്ന് നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മുടെ പ്രസ് ക്ലബ്ബുകളിലേക്ക് വരിക, അവിടെ നിങ്ങളോട് സംസാരിക്കുന്നു. സന്തോഷം തോന്നാതിരിക്കുമോ? ആനന്ദം തോന്നാതിരിക്കുമോ നമ്മുടെ മാപ്രകൾക്ക്? അതായത് ഒരിക്കല് കടക്കൂ പുറത്തെന്ന് പറഞ്ഞ് പുറത്താക്കിയവർ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സന്തോഷം തോന്നും. ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് അല്ലെങ്കിൽ കേസരി ട്രസ്റ്റ്, ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ മീറ്റ് ദ പ്രസ് വളരെ അഭിമാനത്തോടെ പണ്ടൊക്കെ നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തും അദ്ദേഹം അങ്ങനെ വരാറില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിമാർ ജില്ലകളിൽ ചെല്ലുമ്പോഴും പത്രപ്രവർത്തകർ വിളിക്കും, മീറ്റ് ദ പ്രസ്, ക്ഷണിക്കുകയാ, വന്ന് ഞങ്ങളോട് സംസാരിക്കണം. അല്ലാതെ മുഖ്യമന്ത്രി വിളിക്കുന്ന പത്രസമ്മേളനമല്ല. പ്രസ് ക്ലബ്ബുകാർ അങ്ങോട്ട് ക്ഷണിക്കും, വന്നൊന്ന് സംസാരിക്കണമെന്ന്. അതിനുപോലും വഴങ്ങാത്ത ഒരാളാ. പറഞ്ഞല്ലോ, മന്ത്രിസഭാ ബ്രീഫിംഗിന്റെ കാര്യം അത് ചെയ്യാത്ത ആളാ. പക്ഷെ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു സൗകര്യം പിടികിട്ടിയത് ഈ പ്രളയത്തിന്റെയും കോവിഡിന്റെയും കാലത്താ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കോ മറ്റോ പത്രലേഖകരെ മുഴുവൻ വിളിച്ചിട്ട് 1.5 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. ഇതൊരു നല്ല PR വർക്കാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അത്തരത്തിലുള്ള സവിശേഷ സാഹചര്യങ്ങളിൽ അദ്ദേഹം പത്രപ്രവർത്തകരെ വിളിക്കും, സംസാരിക്കും. പക്ഷേ സാധാരണഗതിയിൽ പത്രസമ്മേളനവും ഇല്ല, ഒന്നുമില്ല. അത്തരത്തിലുള്ള ഒരാളാണ്. ഇപ്പോഴ് തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. സംഗതി ശരിയാ. ഇപ്പൊ ഞങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നവുമായിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബരിമല സ്വർണ്ണക്കവർച്ച അതൊരു ഒഴിയാബാധ പോലെ കൂടിയിരിക്കുക. എല്ലായിടത്തും ഇതാ ചോദിക്കുന്നത്. ഏതെങ്കിലും വീടുകളിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ആളുകളല്ലേ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചെന്നാ ചോദിക്കുക. ഇതിനെന്തോ മറുപടി പറയാ? മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പല പല ചോദ്യങ്ങള്, സ്വർണ്ണ കവർച്ചയടക്കം, രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാനായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നു. പക്ഷെ എല്ലാ ജില്ലകൾക്കും ഈ ഭാഗ്യമില്ല കേട്ടോ. 5 ജില്ലകൾക്കാ: തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, എറണാകുളം. ഈ 5 ജില്ലകളിലെ മാധ്യമപ്രവർത്തകർക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ മുഖതാബിൽ കാണാനും അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുകിട്ടുന്നത്. അത് ഈ തെക്കൻ ജില്ലകളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. തിരുവനന്തപുരത്ത് വല്ലപ്പോഴും നമ്മുടെ പത്രക്കാരെ കാണാറുണ്ട്. വേറെയും തെക്കൻ ജില്ലകളുണ്ട്, പ്രധാനപ്പെട്ട ജില്ലകളൊക്കെ ഉണ്ട്. അവരോടൊന്നും എന്തെങ്കിലും വേറുകൃത്യം ഉണ്ടായിട്ടല്ല, സമയമില്ല. കാരണം തെരഞ്ഞെടുപ്പിന് അടുത്തു വന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് ആലോചിച്ചത്. എല്ലാ ജില്ലകളിലും ഇതുപോലെ സംവാദം നടത്തുന്നതിനെ കുറിച്ച് സമയമില്ലാഞ്ഞിട്ടാ. അത് മാത്രമല്ല, ഇടയ്ക്ക് വേറെ ചില അത്യാവശ്യങ്ങൾ വന്നു. അത്യന്താപേക്ഷിതമായ ചില വിദേശ യാത്രകൾ, അവിടുത്തെ ചില യോഗങ്ങൾ, അവിടെ പ്രസംഗിക്കണം, അങ്ങനെ കുറെ തിരക്ക് വന്നതുകൊണ്ടാണ്
സമയമില്ലാതെ പോയത്. അതിൽ മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങളോട് എനിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെ കരുതരുത് കേട്ടോ. മാപ്രകളെ കൈകാര്യം ചെയ്യുന്നതിലെ നമ്മുടെ പ്രധാനമന്ത്രി മോഡിയായിരുന്നു ഇതുവരെ പിണറായിയുടെ ഒരു മാതൃക. മോഡി 3ാം തവണ പ്രധാനമന്ത്രിയായി. ഇതുവരെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അദ്ദേഹം ധാരാളം വിദേശയാത്രകൾ നടത്തി. ഒരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ലാത്ത രീതി വിദേശ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. പക്ഷേ അവിടെ എങ്ങും ഒരു പത്രപ്രവർത്തകനെ, ഒരു റിപ്പോർട്ടറെ കൊണ്ടുപോയിട്ടില്ല. അതെല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ വിമാനത്തിൽ കുറച്ച് പത്രപ്രവർത്തകർ, അവരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അവരാണ് നമ്മുടെ പ്രധാനമന്ത്രി എവിടെ ചെല്ലുന്നു, അവിടെ ഏതൊക്കെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നു, ഏതൊക്കെ കരാറുകൾ ഉണ്ടാക്കുന്നു, ഇനി UN-ലാണെങ്കിൽ UN-ൽ അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കൂടെ പോകുന്ന പത്രപ്രവർത്തകരാ. ഇപ്പോഴാ ഏർപ്പാടില്ല, ആരെയും കൊണ്ടുപോകത്തില്ല. ഒന്നാമത് വിമാനത്തെ സ്ഥാനമില്ല. വേറെ ഒത്തിരി പേര്, ഈ വ്യവസായ പ്രമുഖര്, അവരുടെ ആളുകള്, ഇവരൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പത്രക്കാർക്ക് സ്ഥലം വേണ്ടായോ? അതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകാത്തത്. പിന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രധാനമന്ത്രി ചിലർക്ക് ഒരു അഭിമുഖ സംഭാഷണത്തിന് അവസരം കൊടുക്കും, ഇന്റർവ്യൂ. അത് സെലക്റ്റഡാ, എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല, ചില ആളുകളെ. ആ ഇന്റർവ്യൂവിൽ തന്നെ ചോദ്യങ്ങൾ നേരത്തെ കൊടുക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വായിച്ച് അംഗീകരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഈ ഇന്റർവ്യൂവിന് വരുന്ന ആള് ചോദിക്കാവൂ. അത് പലപ്പോഴും കൊടുക്കുന്നത് ദൃശ്യമാധ്യമങ്ങൾക്കാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ഇപ്പൊ ഈ 5 സ്ഥലങ്ങളില് ഈ പ്രത്യേക സംവാദം, മുഖാമുഖം നടക്കുമ്പോൾ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ പിണറായി വിജയൻ അത് ചെയ്യുവാൻ തോന്നുന്നില്ല. നേരത്തെ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കാവൂ. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പിണറായി ചെയ്യും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതുവരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോഡി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അതേപോലെ ആവർത്തിക്കുക, അല്ലെങ്കിൽ അനുകരിക്കുക ചെയ്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പോ നമ്മുടെ മോദിക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതായത് പിണറായിയെ അനുകരിക്കാൻ. ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രസ് ക്ലബിൽ ചെന്ന് മാപ്രകളുമായിട്ട് ഒന്ന് സംസാരിക്കുക, ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അങ്ങനെ ഒരു അവസരം നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിണറായി നൽകിയിട്ടുണ്ട്. മാപ്രകളോടൊരു വാക്ക്, നിങ്ങളോട് പണ്ട് ഈ മുഖ്യമന്ത്രി കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായിരുന്ന അലോഗ്യമൊന്നും ഇനി ഉണ്ടാവരുത്. അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ അതിഥിയായിട്ട് കണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം.